President Donald Trump said Cuba, the communist country, would have to make a deal in a friendly takeover or face an absolute unfriendly takeover of its communist regime. Okay. Hello, my dear friends. Most welcome to my YouTube channel Prahari's Care. Today we are going to discuss about Cuba, the communist country, Republic of Cuba, and its current deteriorating relations with the United States of America. The Republic of Cuba is an island country in the Caribbean. It comprises of the eponymous mainland as well as 4,195 islands, islets and cays situated at the convergence of the Caribbean Sea, Gulf of Mexico and Atlantic Ocean. Cuba is located east of the Yucatan Peninsula, south of both Florida and the Bahamas, west of Hispaniola and north of Jamaica and the Cayman Islands. So it is a island country, you can find it the map below the Florida in sea. Havana is the largest city. Havana is the capital city of Cuba. Cuba is third most populous country in the Caribbean after Haiti and Dominican Republic with about 10 million inhabitants. ക്യൂബയുടെ ജനസംഖ്യ is about 10 million. അപ്പോൾ കരീബിയനിൽ മൂന്നാമത്തെ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യമാണ്. Cuba was inhabited as early as the 4th millennium BC, before Christ. Spanish colonization, independence in 1902, a 1933 COP military influence, Cuban Revolution, which ultimately established the communist rule under the leadership of the great Fidel Castro. The country under Castro was a point of contention during the Cold War between Soviet Union and the United States. And the Cuban Missile Crisis of 1962 is widely considered the closest the Cold War come to escalating into nuclear war. കോൾഡ് വാർ സോവിയറ്റ് യൂണിയനും അമേരിക്കയുമായിട്ടുള്ള കോൾഡ് വാറും കാര്യങ്ങളും അതിലൊക്കെ നിർണായക പങ്ക് വഹിച്ച ഒരു രാജ്യമായിരുന്നു ക്യൂബ. ഇറ്റ് ഹാസ് എ ലോങ് സ്ട്രഗിൾ ഫ്രം ദി മിലിറ്ററി റൂൾ ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കമ്മ്യൂണിസ്റ്റ് under the leadership of Fidel Castro. Thereafter, the communist rule is there so far. During the 1970s through the late 1980s, Cuba intervened in numerous conflicts in support of anti-colonial and Marxist governments or movements across Africa, Latin America and the Middle East. ഒരുപാട് കൺഫ്ലിക്ട്സുകൾ നടക്കുന്ന ടെററിസം എല്ലാം സംഭവങ്ങളുണ്ട് അവിടെ. ആൻറ്റി മാർക്സിസ്റ്റ് ഗവൺമെൻറ്റ്സ്, ആൻറ്റി കൊളോണിയൽ, ആകെ മൊത്തം എന്നും ഒരു കോൺഫ്ലിക്ട്സുകളുടെ ഒരു നാടാണ് ക്യൂബ. ഫിഡൽ കാസ്ട്രോ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ലീഡറാണ് ക്യൂബയെ ഇന്നത്തെ ഒരു പരിവേഷത്തിൽ ആക്കി തീർത്തത്. ബട്ട് അവിടെയൊക്കെ ഒരുപാട് സ്മഗ്ലിങ്, ഡ്രഗ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആൻറ്റി നാഷണൽ ഇഷ്യൂസ് ഒരുപാടുണ്ട്. സോ ലൈഫ് സ്റ്റൈൽ ഓഫ് ക്യൂബ ഈസ് ലൈക്ക് ദാറ്റ് ഓൺലി. ദർ ഈസ് നോ മാൻ കൈൻഡ് റെസ്പെക്ട് ലൈക്ക് സിറ്റുവേഷൻ ദർ.
Castro retired after 49 years. Miguel Diaz-Canel was elected as the first secretary and president of Cuba. Presently, he is the president of Cuba. Diaz-Canel. Key aspects of current US-Cuba relations. ക്യൂബയുടെയും യു എസിൻ്റെയും റിലേഷൻസ് എന്നും പ്രശ്നം തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പോഴുള്ള കറണ്ട് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം. എംബാർഗോ ആൻഡ് സാങ്ഷൻസ്. ദ യു എസ് മെയിൻറ്റെയിൻസ് എ കോംപ്രഹെൻസീവ് ഇക്കണോമിക്, ഫൈനാൻഷ്യൽ ആൻഡ് കൊമേഴ്സ്യൽ എംബാർഗോ റെസ്ട്രിക്റ്റിംഗ് ട്രേഡ് ആൻഡ് ട്രാവൽ. എപ്പോഴും ഫൈനാൻഷ്യൽ സാങ്ഷൻസ്, എംബാർഗോസ്, ഒരുപാട് നിയമങ്ങൾ, റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിരിക്കുകയാണ് ക്യൂബയുടെ മുകളിൽ. ഇറാൻ്റെ മുകളിൽ ചെയ്യുന്ന പോലെയുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണെന്ന് പറയാം. എംബാർഗോ എന്ന് പറയുമ്പോൾ വിസ കൊടുക്കത്തില്ല, പിന്നെ ഒരു ട്രേഡിനും ട്രാവലിനുമായിട്ടുള്ള ഒരു അംഗീകാരവും കൊടുക്കത്തില്ല. അങ്ങനെ ഒരു ഒറ്റപ്പെടുത്തുന്നൊരു സ്ഥിതിവിശേഷമാണ് ക്യൂബയെ. മെയിൻലി ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ആൻ അലി ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യമായിട്ട് നിൽക്കാൻ താല്പര്യമില്ലാത്തൊരു കമ്മ്യൂണിസ്റ്റ് കൺട്രിയാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ്, ഇവിടെയൊക്കെ നമ്മൾ കേരളത്തിലൊക്കെ ക്യൂബ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു വികാരം ആണെന്ന് നമ്മൾ പലപ്പോഴും സഖാക്കൾ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. മേ ബി ദാറ്റ്സ് ട്രൂ. ഏതായാലും അവർക്ക് ഇന്ന് നേരിടേണ്ടി വരുന്നത് അമേരിക്കയുടെ എല്ലാ ഉപചാപങ്ങളുടെയും ഒരു റിസീവിങ് എൻഡിൽ നിൽക്കുന്ന കൺട്രിയാണ് ക്യൂബ. ഓക്കെ. ഡിപ്ലോമാറ്റിക് സ്റ്റേറ്റ്സ്. While diplomatic ties were restored in 2015, the relationship remains cold, with emphasis operating in Washington DC and Havana. എംബസീസ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഒരു കോൾഡ് റിലേഷനാണിപ്പോൾ. 2015 ഇവർ തമ്മിൽ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ വലിയൊരു ശ്രമം നടന്നു. ബട്ട് അതൊന്നും ഒരു ഫലം കണ്ടില്ല എന്ന് വേണം വിശേഷിപ്പിക്കാൻ. കീ ഇഷ്യൂസ്. The US focuses on promoting human rights and democracy, while the Cuban government deals with a collapsed economy, with significant migration to the US occurring. US മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അവിടെ ഹ്യൂമൻ റൈറ്റ്സ് പ്രശ്നങ്ങളൊന്നും പാടില്ല, അതുപോലെ ഡെമോക്രസിയെ കൊണ്ടുവരണം എന്നാണ്. ബട്ട് ഡെമോക്രസിക്ക് താല്പര്യമില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് കൺട്രിയാണ് ക്യൂബ. അതാണ് അതിൻ്റെ മെയിൻ ഒരു ഡിഫറൻസ് വരുന്നത്. പിന്നെ ഇത്രയും നാളായിട്ട് എംബാർഗോയും സാങ്ഷനും ആയി കഴിഞ്ഞാൽ ഒരു കൺട്രി എങ്ങനെ പുരോഗമിക്കും, അതൊരു വിഷയമാണ്. ക്യൂബയാണെങ്കിലോ ഡീൽസ് വിത്ത് എ കൊളാപ്സ്ഡ് ഇക്കണോമി, തകർന്ന സാമ്പത്തിക സ്ഥിതിയുള്ളൊരു സിറ്റുവേഷനാണ്. ഒരുപാട് ക്യൂബയിലുള്ള ആളുകളെല്ലാം യു എസിലേക്കും മറ്റും മൈഗ്രേറ്റ് ആയിട്ട് പോകുന്നുണ്ട്. കാരണം ക്യൂബ ഈസ് എ വേസ്റ്റ് കൺട്രി. എനിക്ക് തോന്നുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് ഭരിച്ച് ത്രിപുരയും ബംഗാളും മൂലം ആക്കി തീർത്തോ എന്നും സംശയം തോന്നുന്നുണ്ട് കേട്ടോ. ഇവരുടെ ഒരു പിന്നെ യു എസിൻ്റെ ശക്തമായ ഇടപെടലുകൾ അവിടെ ഒരുപാട് കാരണം CIA മൂവ്മെൻറ്റ്സ്, ചാരസംഘടനയൊക്കെ അവിടെ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത വിധം ബലഹീനരാക്കി മാറ്റിക്കാണും ക്യൂബ എന്ന കൺട്രിയെ. Terrorism designation. The US State Department has designated Cuba as a state sponsor of terrorism. ഇതൊരു ടെററിസം സ്പോൺസർ ചെയ്യുന്ന കൺട്രി ആണെന്നുള്ള രീതിയിലാണ് യു എസ് ക്യൂബയെ കാണുന്നത്. അവിടെ തീർന്നല്ലോ, എല്ലാ പ്രശ്നങ്ങളും അവിടെയാണ് തുടങ്ങുന്നത്. Political shifts. While some measures to ease tensions have occurred, such as prisoner exchanges, the relationship is often heavily influenced by US domestic politics. യു എസിലെ ഒരു ഡൊമസ്റ്റിക് പൊളിറ്റിക്സിന് അനുസരിച്ചാണ് അവിടുത്തെ കാര്യങ്ങൾ. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ വരുന്നുണ്ട് അവിടെ. ഡെമോക്രാറ്റ്സ് വരുമ്പോൾ ഒന്നുകൂടെ ഒരു സോഫ്റ്റ് ഹാൻഡാണ് ക്യൂബയുമായിട്ട്. റിപ്പബ്ലിക്കൻസ് വരുമ്പോഴത്തേക്ക് അത് വളരെ സ്ട്രിക്റ്റ് ഡിസിപ്ലിനായിട്ടാണ് വരുന്നത് എഗൻസ്റ്റ് ക്യൂബ. സോ പ്രിസണർ എക്സൻ ഒരുപാട് ജയിൽ പുള്ളികളെയൊക്കെ മാറ്റം ചെയ്യപ്പെടുകയും തിരിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്ത് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. US domestic politics with possibilities for further changes
പെൻഡിങ് അഡ്മിനിസ്ട്രേഷൻ ഷിഫ്റ്റ്. ഇനിയിപ്പോൾ അവിടെ അവർ ഡെമോക്രസിയെ ഞങ്ങൾ അംഗീകരിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സിറ്റുവേഷൻ നാളെ വരികയാണെങ്കിൽ US അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ US-ൻ്റെ ഒരു അടിമയെപ്പോലെ ജീവിക്കേണ്ടി വരും. അതിന് ക്യൂബക്കാർ തൽക്കാലം തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആസ് ഓഫ് 2026 the relationship remains complex with quiet contact continuing despite the lack of a formal high-level dialogue table. കാര്യമായിട്ടുള്ള ഒരു ചർച്ചകളൊന്നും നടക്കുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നം. റിലേഷൻഷിപ്പ് വളരെ കോംപ്ലക്സ് ആയിട്ട് കിടക്കുകയാണ്. അമേരിക്ക ഈസ് ബിസി വിത്ത് ദി അതർ കൺട്രീസ്. സോ ക്യൂബയുമായിട്ടുള്ള ഒരു US-ൻ്റെ ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റിന് അനുസരിച്ച് നോക്കുമ്പോൾ ദേ ആർ നോട്ട് അഗ്രീയിങ് ടു ആക്സെപ്റ്റ് ദി ക്യൂബൻ തിയറി. ക്യൂബയിൽ റെജിം മാറ്റണം, കമ്മ്യൂണിസ്റ്റ് ഭരണം മാറി വരണം, അവിടെ ഒരു ഡെമോക്രസി പുനഃസ്ഥാപിക്കണം എന്നാണ് US ആവശ്യപ്പെടുന്നത്. ഓക്കെ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് said Cuba would have to make a deal in a friendly takeover or face a unfriendly takeover of its communist region. അതായത് ഫ്രണ്ട്ലി ടേക്ക് ഓവർ, വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു ഭരണമാറ്റം അവിടെ നടക്കണം. അതിന് ക്യൂബ സമ്മതിച്ചില്ലെങ്കിൽ തീരെ സൗഹാർദ്ദപരമല്ലാത്തൊരു അന്തരീക്ഷത്തിൽ ഞങ്ങൾ അവിടുത്തെ ഭരണമാറ്റങ്ങൾ നടത്തും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അമേരിക്ക ഒരു വാണിംഗ് പോലെ പറഞ്ഞിരിക്കുകയാണ്. ഇറ്റ് മേ ബി എ ഫ്രണ്ട്ലി ടേക്ക് ഓവർ, ഇറ്റ് മേ നോട്ട് ബി എ ഫ്രണ്ട്ലി ടേക്ക് ഓവർ. ഇറ്റ് വുഡ് നോട്ട് മാറ്റർ ബിക്കോസ് they are down to fumes, Trump said on March 9. ഇപ്പോൾ ഇറാനുമായിട്ട് കത്തി നിൽക്കുന്ന സമയത്ത് പോലും മാർച്ച് 9 ട്രംപ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവനയാണിത്. They have no energy, no money, they are in deep trouble on a humanitarian basis. അവരാകെ പ്രശ്നമാണ്. കാശില്ല, എനർജി ഇല്ല, ഒന്നുമില്ലാത്തൊരു കണ്ടീഷനിലാണ് ക്യൂബ നിൽക്കുന്നത്. ഞങ്ങൾ പറയുന്നത് കേൾക്കുക അല്ലാതെ മറ്റൊന്നും അവർക്ക് ചെയ്യാനില്ല എന്നുള്ളതാണ്. ക്യൂബ ഹാഡ് ഡിപ്പെൻഡഡ് ഫോർ ഡിക്കേഡ്സ് ഓൺ വെനിസ്വലാസ് എയ്ഡ്. വെനിസ്വലയുടെ സാമ്പത്തിക സഹായത്തിൻ്റെ മുകളിലാണ് ഇതുവരെ അവർ പിടിച്ചു നിന്നത്. ആര്? ക്യൂബ. വെനിസ്വലയുടെ പ്രശ്നങ്ങൾ അറിയാമല്ലോ. Cuba has run dry after the US captured Nicolas Maduro to face narco-terrorism and trafficking charges. നിക്കോളസ് മദുര വെനിസ്വലയുടെ പ്രസിഡൻറ്റിനെ പിടിച്ചുകൊണ്ടങ്ങ് പോയിരിക്കുകയാണ്. അയാളെയും കുടുംബത്തിനെയൊക്കെ പിടിച്ചുകൊണ്ടങ്ങ് പോയിരിക്കുകയാണ് അമേരിക്ക. അതിനുശേഷം അവിടുത്തെ എയ്ഡുകളെല്ലാം നേർന്നു. ക്യൂബയെ ആരും ചോദിക്കാതായി. വെനിസ്വലയ്ക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നു. പക്ഷേ ഡ്രഗ് ട്രാഫിക്കിങ്ങും ടെററിസമാണെന്നുള്ളതാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. വെനിസ്വല സെൻസ് ദം നോ എനർജി, നോ ഫ്യൂവൽ, നോ ഓയിൽ, നോ മണി, നോ നത്തിങ്, ട്രംപ് സെഡ്. വിതൗട്ട് വെനിസ്വല they could not have made it. We cut them off from everything else. വെനിസ്വല ഇല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ അവരെ കട്ട് ചെയ്യും എല്ലാ കാര്യങ്ങളിൽ നിന്നാണ് ഭീഷണിയുടെ സ്വരത്തിൽ ട്രംപ് മാർച്ച് 9 ഈ വർഷം 2-3 ദിവസം മുമ്പ് പറഞ്ഞിരിക്കുന്നത്. ട്രംപ് സേസ് ക്യൂബ ഈസ് ഗോയിങ് ടു മേക്ക് എയ്തർ എ ഡീൽ ഓർ വി വിൽ ഡു ഇറ്റ് ജസ്റ്റ് ആസ് ഈസി എനിവേ. അവർ നല്ലൊരു ഡീല് നടത്തിയാൽ അവർക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്തോളും എന്നുള്ള ഒരു ത്രട്ടനിങ് വോയിസാണ് ട്രംപ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കിതിന്ന് മനസ്സിലാക്കാൻ ക്യൂബയുടെ കാര്യത്തിൽ ഓൾമോസ്റ്റ് ഒരു തീരുമാനം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ്, പുരോഗമനവാദികളല്ല എന്നുള്ള ഒരു ആക്ഷേപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഒരു സോവറിൻ കൺട്രിയാണ് എന്നുള്ള കാര്യം വിസ്മരിക്കരുത് നമ്മൾ. ഓക്കെ. എനിവേ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ബൈ.